മനുഷ്യനാവുമ്പോൾ ലഹരി വേണ്ടേ? മനുഷ്യനാകുമ്പോൾ ലഹരി നിർബന്ധമാണ്. ഒരു ലഹരി ഇല്ലാണ്ട് മനുഷ്യനായി ജീവിച്ചിട്ട് എന്ത് കാര്യമാണ്? ജനിച്ചു, ഭക്ഷണം കഴിച്ചു, കിടന്നുറങ്ങി, മരിച്ചുപോയി, എന്ത് കാര്യമാണ്? മനുഷ്യനാകുമ്പോൾ ഉയർന്ന ലഹരികൾ വേണം. ഒരു ലഹരിയില്ലാതെ മനുഷ്യ ജീവിതം കൊണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് വലിയ ലഹരി വീട്ടിൽ ലഭിക്കണം. നാമജപത്തിന്റെ, ഭജനയുടെ, കീർത്തനങ്ങളുടെ ലഹരി. നിർബന്ധമായി കുട്ടികളും ക്ഷേത്രങ്ങളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കപ്പെടണം. കുട്ടികളെ ഉൾക്കൊള്ളാനുള്ള പരിപാടികൾ ക്ഷേത്രങ്ങളുടെ ഭാഗമാകണം, നിർബന്ധമാണ്. പല പദ്ധതികളാണ്. കൊച്ചുമക്കളിപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നതിന്റെ ഉപാസനാ ശാസ്ത്രം മനസ്സിലാക്കിയിട്ടൊന്നുമല്ല, പക്ഷെ സംസ്കാരം ഉണ്ടാവും. ചെറുപ്പത്തിലെ സംസ്കാരം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവർ മറ്റ് മാർഗങ്ങളിലേക്ക് വ്യതിചലിച്ചു പോകില്ല. അതുപോലെ തന്നെയാണ് വലുതാവുന്നതിനനുസരിച്ച് വിവിധ സേവാ മേഖലകളിൽ കുട്ടികൾ പ്രവർത്തിക്കുന്നു. സേവാലഹരി, ജപലഹരി, കീർത്തന ലഹരി, ഭജനകളുടെ ലഹരി. ചെറുപ്പത്തിലെ ലഹരികൾ അറിയണം. കുറച്ച് വലുതാവുമ്പോൾ ശിവാനന്ദ ലഹരി, സൗന്ദര്യ ലഹരി, അതിന് തന്നെ ഭാഗമായുള്ള ആനന്ദലഹരിയൊക്കെ ആവാം. ഏറ്റവും ഉയർന്ന തലത്തിൽ ജീവൻ മുക്താനന്ദ ലഹരി.